വിളിക്കരുത് സൂത്രൻ. എന്താ പ്രശ്നം? താനെന്താ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? മിണ്ടല്ലേ, പേര് മിണ്ടല്ലേ. ഇന്നലെ ഞാനൊരു സന്യാസി കുറുക്കനെ കണ്ടു. അങ്ങേരെ എനിക്കൊരു ഉപദേശം തന്നു. നാളെ ആരെങ്കിലും നിന്റെ പേര് വിളിച്ചാൽ നീ വലിയ അപകടത്തിൽ പെടും. വലിയ ദിവ്യനാ, പറഞ്ഞാൽ പറഞ്ഞതാ. അപ്പോ തന്നെ ഞാൻ എന്ത് വിളിക്കും? ശുശു, അങ്ങനെ വിളിച്ചാ മതി. ശുശു എന്തോ? എടോ ശുശു എന്തോ? തന്നെ ഇന്ന് ഇങ്ങനെ വിളിച്ചാ മതിയെന്നാ ഞാൻ കാണുന്നവരോടൊക്കെ പറയാം. മിടുക്കൻ. ശുശു എന്തൊക്കെയുണ്ട് വിശേഷം? ഹിഹി, സുഖം തന്നെ. ശരി, ആളൊരു മണ്ടനാണെങ്കിലും ഉപകാരമുണ്ട്. ദേ പിന്നെയും ഹിഹി. ഇതാരാ ഇത്ര ഉറക്കെ വിളിക്കുന്നത്? അയ്യോ, ചുഴലിക്കാറ്റ്. പേര് വിളിക്കാത്തത് കൊണ്ടാ താൻ ചാവാതെ രക്ഷപ്പെട്ടത്. ചേട്ടാ, മുക്കൻകുന്നിന്റെ തെക്കേ ഭാഗത്തല്ലേ ചോർപ്പൻകുളം? അല്ല, കിഴക്ക. അല്ലല്ല, തെക്ക. അതിന്റെ കിഴക്കേ ഇളിയൻപാറ. ഇളിയൻപാറ ജലദോഷക്കുന്നിന്റെ പടിഞ്ഞാറാ. അല്ലല്ല, ചേർപ്പൻകുളത്തിന്റെ തെക്ക. അല്ല, അത് തെറ്റാ. ചേട്ടൻ പറഞ്ഞതാ തെറ്റ്. ശരു, ഇതുപോലെയുള്ള സംശയം തീർക്കാൻ ഒരു വഴി ഉണ്ടാക്കണം. വേണ്ട വേണ്ട. അതെന്താ? വഴി ഉണ്ടാക്കിയാൽ പിന്നെ വഴി തെക്കാണോ വടക്കാണോ എന്നൊക്കെ പറഞ്ഞ ഇവന്മാർ അടിപിടിയാവും. ആ വഴി അതല്ലടോ. സ്ഥലങ്ങൾ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ ഒരു സൂത്രം വേണമെന്ന്. ഒരു മാപ്പ്. മാപ്പോ? മാപ്പ് പറയുന്നത് എന്തിനാ? മാപ്പ് എന്ന് വെച്ചാൽ ഭൂപടം. കുന്ന്, പുഴ, കുളം, പാറ ഇതൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്ന പരിപാടി. ദേ ഇവിടെ മുക്കൻകുന്ന്, അപ്പുറത്തെ ജലദോഷക്കുന്ന്. പണി തീർന്നാൽ ഇവിടെ ബോർഡ് വെക്കണം. സൂത്രൻ മാപ്പ് എന്ന് പേരിടാം. കുന്നായിട്ട് തോന്നാൻ കുന്ന് പോലെ മണ്ണിടാം. ഇവിടെ എളിയൻപാറ. ഈ കല്ല് വെക്കാം, ഒറിജിനാലിറ്റി കിട്ടും. ശരു, താൻ തുളയുള്ള കല്ല് കുറെ കൊണ്ടുവാ. അതെന്തിനാ? ഗുഹ പോലെ വെക്കാനാടോ? താൻ വരുമ്പോൾ ഞാൻ കുറെ വർക്ക് തീർത്ത് വെക്കാം. തുളയുള്ള കല്ല് 10-20 എണ്ണം കൊണ്ടുവന്നു. അമ്പോ, ഇത് സൂപ്പർ. വടിയും പുഴയുമൊക്കെ വരച്ചു. പാറയ്ക്ക് പകരം കല്ല് നിരത്തി. മരത്തിന് പകരം ചെടിയുടെ കമ്പും വെച്ചു. ഇതെന്താ നടുക്ക വളഞ്ഞ വര? അത് പുഴയാ. ജലദോഷക്കുന്നിൽ നിന്നല്ലേ പുഴ വരുന്നത്. ഞാൻ ആനച്ചേട്ടനെ വിളിക്കാം. ആനച്ചേട്ടനും? ഓ, ഇത് കാണിക്കാനാ. ഹിഹി, വന്നല്ലോ. ഒറിജിനൽ വെള്ളമാണെങ്കിൽ ശരിക്കും പുഴയായിട്ട് തോന്നും. മോനെ, കാട്ടുമുത്തപ്പന്റെ വീട് കാണണമെന്ന്. അത് എന്താ? കാട്ടുമുത്തപ്പന് വീടില്ലേ? വീടുണ്ടാവും, പക്ഷെ നമുക്കൊക്കെ പോകാൻ. നമ്മൾ പോയാ എന്താ? താൻ കാട്ടുമുത്തപ്പനെ വിളി. തന്നെ വിളിച്ചാ മതി. എന്താ, വിളിക്കാൻ വയ്യേ? വിളിക്കാം, അതിനെന്താ? ഹിഹി, ഞാനും വരാം. തികഞ്ഞു. കുറുക്കനൊന്ന് വിളിച്ചാൽ മുഖത്ത് കൂർത്തു പരന്നു വരുന്നവനെ. ആ, വന്നല്ലോ. മോനെ, കാട്ടുമുത്തപ്പന്റെ വീടൊന്ന് കാണിച്ചു കൊണ്ടുവരണം. അയ്യോ, അത് നടപ്പില്ല. നടക്കില്ലെന്നോ? മര്യാദയ്ക്ക് കൊണ്ടുപോടോ. ആരെയും ഇതുവരെ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. അത് നന്നായി. ആദ്യമായിട്ട് മോനെ കൊണ്ടുപോ. ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്താടോ ഒരു വഴി? അത് ശരി, എന്നോടാണ് ചോദിക്കുന്നത്. ഇവിടെ നിന്ന് അപ്രത്യക്ഷനായാലേ പോകാൻ പറ്റൂ. ഈ മണ്ടനെ അപ്രത്യക്ഷനാകാൻ അറിയില്ലല്ലോ. മുത്തപ്പ, എനിക്കൊരു വഴി തോന്നുന്നുണ്ട്. പറ. മുത്തപ്പൻ അപ്രത്യക്ഷനാവുമ്പോൾ ഇവനെയും കയ്യിലെടുക്കുക. അന്നേരം ഇവനും അപ്രത്യക്ഷനാവും. ആകുമോ? ആകുമല്ലോ. ശരിയാ, ആകേണ്ടതാ. ആകുമെന്നേ ആകും. ശരി, മോൻ വാ. ഹിഹി, ശരി, പോകാൻ പോണു. 1 2 3. അയ്യോ, പയ്യൻ താഴെ പോയി. ശരി, വിട്ടോ. ഒരക്കിടി പറ്റി സൂത്ര. ആ കരടി ചേട്ടനുമായി ഒന്ന് വഴക്കിട്ടു. മൂപ്പരിപ്പം മുട്ടം വടിയും പിടിച്ച വഴിയിൽ നിൽപ്പുണ്ട്. അങ്ങേർക്ക് ഓടാൻ വയ്യാത്തത് എന്റെ ഭാഗ്യം. ഹിഹി, താൻ പേടിക്കണ്ട. താനേ വേഷം മാറി പൊക്കോ. വാ, 5 മിനിറ്റ് കൊണ്ട് ഞാൻ തന്നെ ആള് മാറ്റി തരാം. ക്ലീൻ. ചോദിച്ചാൽ താനൊരു ചെമ്മരിയാടാണെന്ന് പറഞ്ഞേക്കണം. വല്ലാത്ത ചൊറിച്ചില്ല. താനാരാ? ചെമ്മരിയാട്. എന്താ എനിക്കൊരു വെപ്രാളം? ചൊറിഞ്ഞിട്ട് വയ്യ. പാവം, വാ, ചൊറിഞ്ഞു തരാം. പൊളിഞ്ഞടോ, പൊളിഞ്ഞു. വാ, നമുക്ക് വേറൊരു മേക്കപ്പ് ചെയ്യാം. മണ്ണ് കുറെ ചെലവായി. കാണ്ടാമൃഗമാണെന്ന് പറഞ്ഞേക്കണം. ഞാനേ കാണ്ടാമൃഗമാ. സംശയമുണ്ടാൽ മുതുകൊന്ന് ചൊറിഞ്ഞു നോക്കിക്കോ. അമ്പടാ, നിന്നെ ഞാൻ എടുത്തോളാമടാ. ഇതാ എന്റെ കുഴപ്പം. താനിവിടെ നില്ല, ഞാൻ പോയി എന്തെങ്കിലും സൂത്രം ഒപ്പിക്കാം. മൂപ്പര് പോയോ? ഇതാരാ? കുരങ്ങൻ സാറേ, ഇവിടെ ഇരുന്ന മുതുക്കൻ കരടി എവിടെ പോയി? ശല്യം സ്ഥലം വിട്ടോ? എന്റെ അമ്മ, അത് കരടിച്ചേട്ടൻ തന്നെയായിരുന്നല്ലോ. ഇത്തവണ മൂപ്പര വേഷം മാറിയത്. പിടിച്ചോ ശരു. പോയി. ശരു, തനിക്ക് സ്പീഡ് കുറവാ.
കുറവാ. തന്റെ സ്ഥാനത്ത് ഒരു സിംഹമായിരുന്നെങ്കിൽ ആ മാനിനെ പിടിച്ചേനെ. ഹേയ്, സിംഹത്തേക്കാൾ വേഗം കടുവയ്ക്കാം. അല്ലല്ല, സിംഹത്തിനാ. അല്ല, കടുവ. സിംഹം. കടുവ കടുവ സിംഹം. നിന്നെ ഞാൻ അമ്പടാ. അയ്യോ, വീട് ശേരു. ശേരു വിളങ്ങിയോ? സൂത്ര കണ്ടോ, സിംഹത്തേക്കാൾ വേഗം കടുവയ്ക്കാണെന്ന് ഞാൻ തെളിയിച്ചു. ഞാൻ ആ സടയൻ സിംഹത്തിന്റെ വാലിൽ ഒരു കടി കൊടുത്തു. ഇതുവരെ അവൻ എന്നെ പിടിക്കാൻ പറ്റിയില്ല. ചതിച്ചോ? നില്ലടാ അവിടെ. എന്റെ അമ്മോ, നിൽക്കാൻ. എടാ നിൽക്കാൻ. എന്തിനാ ഓടുന്നത്? അത് എന്തിനാ ഞാൻ ഓടിയത്? അത് മറന്നുപോയി. എന്റെ മോൻ ഇങ്ങനെയാ, ഭയങ്കര മറവിക്കാരനാ. മറവി കുറയ്ക്കാൻ ഒരു ചികിത്സയുണ്ട്, പുതിയതരം ചികിത്സയാ. പക്ഷേ ആ ചികിത്സ ചേട്ടന് ഇഷ്ടപ്പെടുമോ എന്നാ സംശയം. അതൊന്നും താൻ നോക്കണ്ട, താൻ എന്ത് വേണമെങ്കിലും ചെയ്തോ. എന്നാ പിന്നെ കുഴപ്പമില്ല, ചികിത്സ ഇപ്പോ തന്നെ തുടങ്ങാം. തുടങ്ങിക്കോ, ഞാൻ ഇവിടെ ഉണ്ടാവും. മോൻ വാ. ഇനി ദാ വരുന്ന ചേട്ടനോട് ഇങ്ങനെ പറയണം, സൂത്രൻ ചേട്ടൻ മിടുക്കനാണ്, സൂത്രൻ ചേട്ടൻ മിടുക്കനാണ്. ഇനി പോയി പറഞ്ഞു. എന്തിനാണോ താൻ അവനെ തല്ലിയത്? അതല്ലേ പുതിയ ചികിത്സക്കാരൻ പറഞ്ഞത്, ഒരടി കൂടി കൊടുത്താൽ ഓർമ്മ കൂടും. നീ ആ അറ്റകുറ്റംപുലിയുടെ മോനല്ലേ, എന്തിനാ അങ്ങേര് നിന്നെ തല്ലിയത്? സൂത്രൻ ചേട്ടൻ മിടുക്കനാണ്. അതല്ല, നിന്നെ അങ്ങേര് അടിച്ചത് എന്തിനാണെന്ന്. സൂത്രൻ ചേട്ടൻ മിടുക്കനാണ്. ചോദിച്ചതിന്റെ ഉത്തരം പറയടാ. സൂത്രൻ ചേട്ടൻ മിടുക്കനാണ്. ആ വരുന്ന പഹയൻ ചേട്ടന്റെ മോനെ തല്ലി. തല്ല് കൊണ്ടതിനു ശേഷം മോന്റെ സംസാരത്തിലും ശകലം മാറ്റമുണ്ട്. താനവനെ അടിച്ചോ? സൂത്രൻ ചേട്ടൻ മിടുക്കനാണ്. ഈ അടിച്ചതിന്റെ ഗുണമായി ഇത്. പറഞ്ഞതൊന്നും മറന്നിട്ടില്ല. എന്ത് പറഞ്ഞിട്ടില്ലെന്ന്? താനവനെ അവനെ തല്ലാൻ. ചേട്ടനല്ലേ പറഞ്ഞത് ഓർമ്മ കിട്ടാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ലെന്ന്, പുതിയ ചികിത്സയാ. ആര് പറഞ്ഞു? എന്ത് ഓർമ്മ? എന്ത് ചികിത്സ? താനാരാ? ശേരു ചതിച്ചു. ഇങ്ങേരും മറവിക്കാരനാ. തന്റെ ഒരു പുതിയ ചികിത്സ തന്നെ ഞാൻ ഇങ്ങേർക്കും ഒന്ന് കൊടുക്കാൻ സൂത്ര, ഓർമ്മ കിട്ടാൻ. ഓർമ്മ കിട്ടിയില്ല, ഓർമ്മ പോയി. വിട്ടോ ശേരു. സൂത്രൻ ചേട്ടൻ മിടുക്കനാ. അയ്യോ, അതിന് ഞങ്ങൾ എന്ത് കുറ്റം ചെയ്തു? നിങ്ങളെയല്ല, കുറ്റം ചെയ്ത വേറെ ആരെയോ ശിക്ഷിക്കാനാ. അത് ശരി. ഹിഹി, വാ ശേരു. സൂത്ര, തനിക്ക് ശിക്ഷിക്കാനൊക്കെ അറിയാമല്ലോ അല്ലേ? എന്നെ പേടിയില്ലാന്ന് നീ ആരോടൊക്കെയോ പറഞ്ഞു നടന്നു അല്ലേ? ഞാൻ വെറും ഒരു എലിയാണെന്നും നീ പറഞ്ഞതായി ഞാൻ അറിഞ്ഞു. പനി കാരണം ഇടിക്കാനും ചവിട്ടാനും എനിക്ക് പറ്റാത്തത് കൊണ്ട് നിനക്കുള്ള ശിക്ഷ ഇവന്മാരെ നടപ്പിലാക്കും. ചേട്ടനെ ഇവർ എലിയെന്ന് വിളിച്ചു അല്ലേ? മണ്ടൻ, എലിയെ കണ്ടാലും അറിയില്ലേ? പകരം ഇവനെ കുറെ എലികളെ കൊണ്ട് കടുപ്പിക്കണം. അത് കൊള്ളാം, ശിക്ഷയ്ക്കൊരു പുതുമയുണ്ട്. അതുപോലെ ചേട്ടനെ പേടിയില്ല എന്ന് പറഞ്ഞതിനെ ഇവനെ നമുക്ക് ശരിക്കും പേടിപ്പിക്കണം. അത് ഞാൻ ഏറ്റു. സൂത്ര, 6 എലിയെ കിട്ടി. അവന്മാര് ഉടനെ ഇവിടെ എത്തും. എലി ഒന്നിനെ ചുട്ട കിഴങ്ങ് 2 എണ്ണമാ കൂലി. വാ, ഇനി അവനെ പേടിപ്പിച്ചു തുടങ്ങാം. കഷ്ടം, തന്റെ കാര്യമോർത്ത് എന്റെ കണ്ണു നിറയുന്നു. എന്റെയും കണ്ണു നിറയുന്നുണ്ട്. ഇതുവഴി ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ട്, അറിയാമോ? ശരിയാ, ഞാൻ കണ്ടതാ. കൊടുങ്കാറ്റടിച്ചാൽ ഞങ്ങൾക്ക് ഓടാം, പക്ഷെ കെട്ടിയിട്ട് താൻ എന്ത് ചെയ്യാനാ? അയ്യോ, കാറ്റ് വന്നാൽ ആനക്കൂട്ടം ഇതുവഴി ഓടി മരമൊക്കെ ചവിട്ടിക്കൂട്ടും. ഞങ്ങള് രക്ഷപ്പെടും, പക്ഷെ താനോ? എന്റെ കാട്ടുമുത്തപ്പ. പിന്നെ കാട്ടുതീയിൽപ്പെട്ട് ചത്ത ഒരു മൂങ്ങയുടെ പ്രേതം ഈ മരത്തിൽ താമസിക്കുന്ന കാര്യം അറിയാമോ? സൂത്ര, എന്റെ കണ്ണ് ശരിക്കും നിറയുന്നുണ്ട്. ഹിഹി, അവൻ ശരിക്കും പേടിച്ച് വിരണ്ടിട്ടുണ്ട്. ദാ എലികളെത്തി. കടി തുടങ്ങിക്കോ, ഞാൻ പറഞ്ഞിട്ട് നിർത്തിയാ മതി. അവന്റെ കരച്ചിലൊന്നും കേൾക്കുന്നില്ലല്ലോ. എലി കടിച്ച് ചത്തോ? സൂത്ര, ആ എലികൾ എന്തിനാ ഇങ്ങോട്ട് പാഞ്ഞു വരുന്നത്? അയ്യോ, നിർത്ത്. ആ പോത്തിനെ കടിക്കാനാ പറഞ്ഞത്. ദ്രോഹികളെ, ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നതാണല്ലേ? കൊടുങ്കാറ്റിന്റെയും മൂങ്ങാപ്രേതത്തിന്റെയും ഒക്കെ കാര്യം ആ പോത്ത് പറഞ്ഞപ്പോഴാ അറിഞ്ഞത്. എന്നിട്ട് വല്ലതും പറ്റിയോ? എന്റെ കാട്ടുമുത്തപ്പ, അവൻ അങ്ങനെ വേണം. എന്താ പറഞ്ഞത്? കൊച്ചൻ ചെന്നായുടെ അനുജനെ അങ്ങനെ തന്നെ വേണം. അതെന്താ? അവനാ എന്റെ ചേട്ടനെ പിടിച്ചോണ്ട് പോയത്. ഒരു ചെന്നായ എലിയെ പിടിക്കേണ്ട കാര്യമുണ്ടോ? ശരിയാ, ചെന്നായ എലിയെ പിടിക്കേണ്ട കാര്യം എന്താ? കുറുക്കനാണെങ്കിൽ പോട്ടേന്ന് വെക്കാം. വാടോ, നമുക്ക് ആനയുടെ കിടപ്പൊന്ന് കാണാം. എന്റെ പൊന്നു ചേട്ടാ, ഒന്ന് എണീക്ക്. എന്റെ അനിയൻ അടിയിലുണ്ട്. എണീക്കാൻ സൗകര്യമില്ല, താൻ പോടോ.
എന്നോട് ആജ്ഞാപിക്കാൻ നീ ആരാ? ഞാൻ എണീക്കും. കളഞ്ഞു. എന്നാലും നമ്മൾ കുറച്ചു നേരം പോരാടി. എന്റെ അനിയ, ചീഞ്ഞ മാങ്ങയിൽ ചക്ക വീണതുപോലെ ആയല്ലോടാ നീ. ഇനി നമുക്ക് പോകാം. ഓടിക്കോ സൂത്ര, ആ എലികളെല്ലാം കൂടി തന്റെ നേരെയാ. താനല്ലേ ആനച്ചേട്ടൻ എണീക്കരുതെന്ന വാശി പിടിച്ചത്. ഇപ്പൊ അങ്ങനെയായോ? നിന്റെ ചേട്ടന് വേണ്ടിയല്ലേടേ? ആ ചെന്നായയുടെ അടിയിൽ ആ എലിയുടെ ചേട്ടനും ഉണ്ടായിരുന്നടോ. നാളെ ഒരു ദിവസത്തേക്ക് മോനെ നോക്കാനാ വിളിപ്പിച്ചത്. പറ്റുമോ? നോക്കാൻ പറ്റുമോന്ന് നോക്കാം. കീറു കൃത്യമായിട്ടാ മോന്റെ കാര്യങ്ങൾ ഇപ്പോ നടക്കുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓരോ കാര്യവും ചെയ്യാൻ കൃത്യസമയമുണ്ട്. അതിൽ നിന്നും മാറരുത്. ദാ ഈ മരം കണ്ടോ? അതിന്റെ നിഴല് നോക്കി വേണം ഓരോന്ന് ചെയ്യിക്കാൻ. എല്ലാം വിശദമായി ഇതിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ വായിക്കാം. മരത്തിന്റെ നിഴല് ഒന്നാമത്തെ കല്ലിൽ വീണാൽ പയ്യനെ ഉണർത്തുക. നിഴൽ ഒന്നാം കല്ലിൽ നിന്ന് വിടുന്നത് വരെ പല്ല് മൂർച്ച കൂട്ടുക. നിഴൽ രണ്ടാമത്തെ കല്ലിൽ തട്ടുന്നത് വരെ വ്യായാമം. ഗുഹയ്ക്ക് ചുറ്റും ഓടണം. ഞാനും ഓടണോ? മൂന്നാമത്തെ കല്ലിൽ വീഴുന്നത് വരെ ഭക്ഷണം. ഉണക്കിയ പോത്തിറച്ചി ഗുഹയിലുണ്ട്. നാലാമത്തെ കല്ലിൽ എത്തുന്നത് വരെ കണക്ക് പഠിപ്പിക്കണം. അത് കഴിഞ്ഞാൽ കുന്നിന്റെ മുകളിലേക്ക് ഓട്ടം. അഞ്ചാമത്തെ കല്ലിൽ നിഴൽ വീഴുന്നത് വരെ. ആറിൽ വീഴുന്നത് വരെ ലഘുഭക്ഷണം. മുതലമുട്ട ഗുഹയിലുണ്ട്. അത് കഴിഞ്ഞാൽ 7 നിഴൽ വീഴുന്നത് വരെ ഗർജനം പരിശീലിക്കൽ. 8ാമത്തെ കല്ല് വരെ വീണ്ടും പഠനം. 9 വരെ വീണ്ടും പൂത്തിറച്ചി തീറ്റ. 9ാമത്തെ കല്ല് മുതൽ 10ാമത്തെ കല്ല് വരെ എക്സ്ട്രാ ടൈം. നേരത്തെ ചെയ്യാൻ പറ്റാത്തതൊക്കെ എക്സ്ട്രാ ടൈമിൽ ചെയ്തു തീർക്കണം. സമയം തെറ്റിക്കാൻ മോനെ സമ്മതിക്കരുത്. കാര്യങ്ങളൊക്കെ നടന്നോ? ചില കാര്യങ്ങളൊന്നും സമയത്ത് ചെയ്യാൻ പറ്റിയില്ല. മഴക്കാറ് കാരണം കല്ല് നിഴൽ വീഴാത്തത് കൊണ്ടാ. ഏതൊക്കെയാ ചെയ്യാതിരുന്നത്? വ്യായാമവും കുന്നുകയറ്റവും കണക്കുപിടുത്തവും ഒക്കെ നടന്നു. പക്ഷെ 3ാം കല്ലിലും 6ാം കല്ലിലും 9ാം കല്ലിലും നിഴൽ വീഴാത്തത് കൊണ്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റിയില്ല. എക്സ്ട്രാ ടൈമിൽ കൊടുക്കാമെന്ന് വിചാരിച്ചതാ. അപ്പോഴേക്കും മോൻ തലചുറ്റി വീണു. അകത്ത് കിടപ്പുണ്ട്. ഉറക്കം വരുന്നില്ല. അതാണ് എന്റെ പ്രശ്നം. രാത്രി ഉറക്കം വരാതിരുന്നാൽ എനിക്ക് പാട്ട് പാടണം. അത് നിർബന്ധമാ. അതാണ് എന്റെ അയൽവക്കക്കാരുടെ പ്രശ്നം. ഞാൻ പാടുന്നത് കൊണ്ട് അവർക്ക് ഉറക്കമില്ലെന്ന്. എന്തെങ്കിലും വഴി പറഞ്ഞു തരണം. 5 വഴി പറഞ്ഞു തരാം. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോ. 1ാമത്തെ വഴി, താൻ താമസം മാറ്റുക. 2ാമത്തെ വഴി, അയൽവക്കക്കാരോട് താമസം മാറ്റാൻ പറയുക. 3ാമത്തെ വഴി, താൻ പതുക്കെ പാട്ട് പാടുക. 4ാമത്തെ വഴി, താൻ അയൽവക്കക്കാരുടെ ചെവി മൂടുക. ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല. എന്നാ പിന്നെ 5ാമത്തെ വഴി പറയാം. കാട്ടുമുത്തപ്പനോട് പ്രാർത്ഥിക്കുക. പാട്ട് നന്നാവണേ എന്ന് രാത്രി മുഴുവൻ കാട്ടുമുത്തപ്പനോട് പ്രാർത്ഥിച്ചാ മതി. പാടാൻ തോന്നുമ്പോൾ ജലദോഷക്കുന്നിൽ ചെന്നിരുന്ന് പാടണം. എന്നിട്ട് പ്രാർത്ഥിച്ചോ. രാത്രി കാട്ടുമുത്തപ്പൻ ജലദോഷക്കുന്നിൽ ഉണ്ടാവുമെന്നല്ലേ വിശ്വാസം. എന്നും പ്രാർത്ഥിച്ചാൽ പാട്ട് നന്നാവും. ഈ വഴി കൊള്ളാം. ഇന്ന് തന്നെ പ്രാർത്ഥന തുടങ്ങാം. സൂത്ര, ഞാനും പോയി പ്രാർത്ഥിച്ചാലോ? പാട്ട് നന്നാക്കാനാ. എടോ, ഇതൊക്കെ വെറുതെ തട്ടിവിട്ടതല്ലേ. ഈ വിദ്വാന്റെ പാട്ട് ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ല. ഞാൻ കേട്ടിട്ടുള്ളതാ. ജലദോഷക്കുന്നിൽ ഇരുന്ന് പാടിയാൽ ഒരുത്തനും ശല്യമില്ല. ആ പാവം അയൽവക്കക്കാർ സമാധാനത്തോടെ ഉറങ്ങട്ടെ. സൂത്ര, തന്റെ സൂത്രം ഏറ്റു. ഞങ്ങൾക്ക് ഇപ്പോൾ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അതിന് എന്റെ വക ഒരു സമ്മാനം. ആ പാട്ടുകാരനെ പ്രാർത്ഥിക്കാൻ വിട്ടതിന് ദാ ഒരു സമ്മാനം. ആ കഴുതയുടെ ശല്യം ഒഴിവാക്കിയതിന് ചെറിയൊരു സമ്മാനം. ഇത് കൊള്ളാമല്ലോ. അമ്മോ, ഇതെന്താ? അതെ, എന്റെ വക സമ്മാനമാ. കാട്ടുമുത്തപ്പൻ. ആ കഴുത കാരണം എന്റെ ഉറക്കമാ പോയത്. അറിയാമോ? ഏത് സമയത്താണാവോ ഈ കാടിന്റെ മുത്തപ്പനാവാൻ തോന്നിയത്. മാഷേ, ഇതെന്റെ മോനാ. മാഷ് സഹായിക്കണം. മാഷോ? എന്റെ പേര് സൂത്രനെന്നാ. അതെനിക്കറിയാം. എന്നാലും പഠിപ്പിക്കുന്നവരെ മാഷെന്നല്ലേ പറയുക. കഴുതേ കഴുതേന്നുള്ള വിളി കേട്ട് മടുത്തു. ഇവനെങ്കിലും സൂത്രക്കാരനാക്കണം. അതിനാ മാഷിന്റെ അടുത്ത് വന്നത്. ഷേടാ, കഴുതയെ സൂത്രക്കാരനാക്കാനോ? നടന്നത് തന്നെ. ഒരു പണി ഒപ്പിക്കാം. അതെ, പഠിപ്പിക്കാൻ എന്നേക്കാൾ മിടുക്കാൻ വേറൊരാളാ. ആര്? ദാ ഈ ശേരു. അയ്യോ, ഞാൻ എന്ത് സൂത്രം പഠിപ്പിക്കാനാ? കഴുതകളല്ലേ, എന്ത് പഠിപ്പിച്ചാലും കുഴപ്പമില്ലടോ. മാഷേ, മാഷേ, പിന്നാലെ വാ. കഴുതക്കുട്ടിക്ക് മണ്ട മാഷ്. മാഷേ, മോനെ എന്താ പഠിപ്പിക്കുന്നത്? അതാ ഞാനും ആലോചിക്കുന്നത്. ഒരു പിടിയും കിട്ടുന്നില്ല. മോനെ, പോയി ഒരു വള്ളിയും കല്ലും എടുത്തുകൊണ്ട് വാ. വള്ളിയും കല്ലും. ശരി മാഷേ. എന്തിനാ മാഷേ വള്ളിയും കല്ലും? അത് ആനയെ പിടിക്കാനുള്ള വിദ്യയാ. കഴുതക്കുട്ടി പോയി വരുമ്പോഴേക്കും എന്തെങ്കിലും സൂത്രം ആലോചിച്ച് വെക്കണം. മാഷേ, ദാ വള്ളി. കല്ലോ? കല്ല് വള്ളിയുടെ അറ്റത്തുണ്ട്. ഒറ്റ വള്ളി വലിച്ചാൽ ഇങ്ങോട്ട് പോരും. മാറിക്കോ. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഇവറ്റകളെ ഒഴിവാക്കാൻ ഒരു സൂത്രമുണ്ട്. മിടുക്കൻ, മിടുമിടുക്കൻ. ഇത് തന്നെ ആനേനെ പിടിക്കുന്ന വിദ്യ. ആണോ?
താഴെ കൂടി ആന പോകുമ്പോൾ ഇതുപോലെ കല്ല് കെട്ടി വലിക്കണം. ഈ മിടുക്കൻ ഇപ്പോഴേ മിടുക്കനാ, കൂടുതൽ പഠിക്കണ്ട. മോനെ, നീ കഴുതകളുടെ മാനം കാത്തു, രക്ഷപ്പെട്ടു. തന്നെ കഴുതയുടെ കൂടെ വിട്ട എനിക്ക് ഇത് തന്നെ കിട്ടണം. ഇന്ന് നല്ല കാറ്റാ വീശിയത്, മരമൊക്കെ വീണല്ലോ. ശരിയാ, പക്ഷെ ഇന്നലെ വൃത്തികെട്ട കാറ്റായിരുന്നു, ഒറ്റ മരം പോലും വീണില്ല. അയ്യോ, എന്തിനാ ആ കുട്ടിക്കുരങ്ങൻ ഇരുന്ന് കരയുന്നത്? എന്തു പറ്റി? കാറ്റത്ത് പറന്നുപോയി. ആര്? ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരുത്തൻ പറന്നുപോയിട്ട് താഴെ വീണോ? വീഴാനൊന്നും സമയം കിട്ടിയില്ല. സംഭവം കഴിഞ്ഞ കുറച്ചു നേരമായി, ഇതുവരെ ഒരു വിവരവുമില്ല. ശരിയാ, കുറച്ചു മുമ്പ് കാറ്റിന് ശക്തി കൂടുതലുണ്ടായിരുന്നു. എന്താ അവന്റെ പേര്? ഉന്തുന്തു. തകർപ്പൻ പേര്. ഉന്തുന്തു തീരെ ചെറുതാണോ കാറ്റത്ത് പറന്നു പോകാൻ? ഹേയ്, എന്റെ അത്രയും വലിപ്പമുണ്ട്. ഉന്തുന്തു കുരങ്ങനെ വേറെ ആരൊക്കെയുണ്ട്? ഉന്തുന്തു കുരങ്ങനല്ല. അത് ശരി, കുരങ്ങനല്ലേ, പിന്നെ ഏത് ജീവിയാ? അത് അങ്ങേര് പറഞ്ഞതാ, പക്ഷെ ഞാൻ മറന്നുപോയി. അങ്ങേർക്ക് വാലിന്റെ തൊട്ടടുത്ത വായുണ്ടെന്ന് മാത്രം ഓർമ്മയുണ്ട്. വാലിന്റെ അടുത്ത് വായോ? അതെന്ത് ജീവി? ഏതായാലും ഞങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് വരാം. ദേ ഒരുത്തൻ വരുന്നു, അവനോട് ചോദിക്കാം. ഹലോ, ഉന്തുന്തു എന്നൊരുത്തൻ കാറ്റത്തെ പറന്നുപോയി. അവനെ പറ്റി വല്ലതും അറിയാമോ? അറിയാം, ഞാനാ ഉന്തുന്തു. കുരുത്തം കെട്ടവനെ, ഈ വവ്വാലാണോ കാറ്റത്ത് പറന്നുപോയെന്ന് പറഞ്ഞത്? ഇങ്ങനെ ഇവിടുന്ന് പറക്കുമ്പോ നല്ല കാറ്റുണ്ടായിരുന്നു. അത് ശരി, എങ്കിൽ പറ, വാലിന്റെ അടുത്താണോ ഇവന്റെ വായ? വവ്വാൽ എന്നല്ലേ പേര്, അതിൽ വായുടെ തൊട്ടടുത്തല്ലേ വാൽ. ശരു, വേഗം ഒളിക്ക്. അയ്യോ, എന്തു പറ്റി? എന്റെ ഒരു പഴയ ചെങ്ങാതി വരുന്നുണ്ട്. പേര് കേട്ട് പേടിത്തൊണ്ടനാ. കടുവ എന്ന് കേട്ടാലേ ബോധം കെടും. ഇവിടെങ്ങാനും വെച്ച് പേടിച്ച് ചത്താൽ മൂപ്പരുടെ ചേട്ടന്മാര് നമ്മളെ വെച്ചേക്കില്ല. സൂത്ര, ഹലോ. തന്നെ കണ്ടിട്ട് കാലം കുറെ ആയല്ലോ. സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. താനെന്താ അങ്ങോട്ട് നോക്കി പാചകം പഠിക്കുന്നത്? അകത്താരാ? ആരെ? ഒരു കടുവ പോലും ഇല്ല. അയ്യോ, എന്താ? കടുവയുടെ കാൽപ്പാടല്ലേ ഇത്? ഹേയ്, അത് തന്നെ തോന്നലല്ലേ? താൻ ആളങ്ങ് ക്ഷീണി. എന്റെ അമ്മോ, എന്താ? ഗുഹയ്ക്കകത്ത് ഒരു കടുവാതല. ഇത് തോന്നലാണെന്നേ. മണ്ടൻ കടുവ എത്തി നോക്കി. ഇവിടെ വന്ന പലർക്കും തോന്നാറുള്ളതാ ഗുഹയ്ക്കകത്ത് കടുവ ഉണ്ടെന്ന്. ചിലർക്ക് തോന്നും കടുവയുടെ അലർച്ച കേട്ടുവെന്ന്. എല്ലാം ചുമ്മാ തോന്നലാ. എനിക്കങ്ങോട്ട് വിശ്വാസം വരുന്നില്ല സൂത്ര. ഇപ്പോ വിശ്വാസമായി കാണും. തോന്നല്. അയ്യോ, ഇത് തോന്നലല്ലേ? തോന്നലാണെന്നേ. തോന്നലല്ല സൂത്ര, തോന്നല. അല്ല. സൂത്രനെ അത്ര വിശ്വാസമില്ലേ? ഇനി ഞാൻ നേരിട്ട് പറയണോ? സൂത്രനല്ലടാ, സൂത്രൻ. സൂത്രൻ എഴുത. അങ്ങനെ തന്നെ. അമ്മാവന്റെ മോനാ, തനിക്ക് ഓർമ്മയില്ലേ? പിന്നെ ഇവനല്ലേ പണ്ട് എന്റെ വാല് കടിച്ചു മുറിച്ചത്. ഇവനെ ഞാൻ തന്നെ എഴുതാൻ പഠിപ്പിക്കണമെന്ന്. നീ ഇവിടെ ഇരിക്കെ, എന്റെ പേര് 100 തവണ എഴുതി കേട്ടോ. അപ്പോഴേക്കും ഞങ്ങളൊന്ന് നടന്നിട്ട് വരാം. കണ്ണിൽ കണ്ടതൊക്കെ കടിച്ചു മുറിക്കരുത്. മിടുക്കനാ, കാര്യങ്ങളൊക്കെ വേഗം പഠിച്ചോളും. എന്റെ ബുദ്ധി മുഴുവൻ കിട്ടിയത് ഇവനാണെന്ന് അമ്മാവൻ പറയുന്നത്. താൻ കണ്ടില്ലേ, 2 തവണ പറഞ്ഞപ്പോഴേക്കും എന്റെ പേര് എഴുതാൻ പഠിച്ചു. അവനല്ലേ ഓടി വരുന്നത്? എന്തു പറ്റിയടാ? സൂത്രം കുറുക്കൻ എന്ന് എഴുതാൻ ഞാൻ പഠിച്ചു. അത്രയുള്ളോ? ഞാൻ ഗുഹയുടെ മുമ്പിലെ പേരെഴുതി വെച്ചിട്ടുണ്ട്, സൂത്രം കുറുക്കൻ. കണ്ടവർക്കൊക്കെ വലിയ ഇഷ്ടമായി, എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട്. കണ്ടവരൊക്കെ എന്റെ പുറത്ത് തട്ടിയിട്ട് വെരി ഗുഡ് എന്ന് പറഞ്ഞു. എടാ മിടുക്ക, നീ എന്റെ മാനം കാത്തു. വാ, ഞാനും ഒന്ന് കാണട്ടെ. ഈ ചിരി അത്ര ശരിയല്ലല്ലോ. ഉഗ്രൻ. സൂത്രൻ കിറുക്കൻ. കടിയനെ കാണാൻ ഒരു പുച്ഛ ലക്ഷണക്കാരൻ വന്നിരിക്കുന്നു. പൂച്ച ഭക്ഷണക്കാരനോ? പൂച്ച ഭക്ഷണമല്ല, പുച്ഛ ലക്ഷണം എന്ന് വെച്ചാൽ ഭക്ഷണം ഒപ്പിച്ച് പുച്ഛിക്കുന്ന ആളാണോ? അതൊന്നുമല്ല, പോയി നോക്ക്. കടിയൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. വിളിച്ചു വരുത്തി പുച്ഛിക്കാനായിരിക്കും സൂത്ര. ചേട്ടന്റെ വാൾ കണ്ടാലേ അറിയാം. എന്തറിയാമെന്ന്? വാലാണെന്നോ? അതല്ല, ശരിക്കും ഒരു ചക്രവർത്തിയുടെ വാലാണിത്. സൂത്ര, ദേ അങ്ങേരെ കടിയന്റെ വാലിനെ പുച്ഛിക്കുന്നു. സിംഹത്തിന്റെ വാല് നോക്കി വേറാരുടെയോ വാല് പോലെയാണെന്നല്ലേ പറഞ്ഞത്? ഓ, നിങ്ങൾ വന്നോ? ഇത് പുച്ഛലക്ഷണക്കാരൻ പഞ്ചപുച്ഛൻ. മനസ്സിലായില്ല അല്ലേ? പുച്ഛമെന്ന് പറഞ്ഞാൽ വാൾ. അപ്പോൾ വാൽമാക്രിക്ക് പുച്ഛമാക്രി എന്ന് പറയാമല്ലേ? വാൾ നോക്കി ലക്ഷണം പറയുന്നതാ എന്റെ ജോലി. വിശേഷമൊക്കെ പിന്നെ പറയാം, എന്റെ ലക്ഷണം മുഴുവൻ പറയടോ. അയ്യോ, ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? ആ പ്രശ്നം ഇന്നത്തോടെ തീരും. നാളെ ശനിയാഴ്ചയാവുമല്ലോ. കളിയാക്കുകയാണോ?
പൂച്ചലക്ഷണക്കാരെ പുച്ഛിക്കുമ്പോ സൂക്ഷിക്കണം കേട്ടോ. ഹി ഹി. വെറുതെ ചിരിക്കുന്നു. പറയൂ, വെള്ളിയാഴ്ച എന്താ പ്രശ്നം? അങ്ങയുടെ വാൽലക്ഷണം അനുസരിച്ച് ഈ വെള്ളിയാഴ്ച കൂടുതൽ പേരെ കാണാൻ പാടില്ല. എന്ന് വെച്ചാൽ കാണുന്നവരുടെ എണ്ണം കൂടുന്തോറും ശരീരത്തിന് വേദന കൂടിക്കൊണ്ടിരിക്കും. അതിരിക്കട്ടെ, ചേട്ടൻ എന്നെ ഇതുവരെ എത്ര പേരെ കണ്ടു? കാലത്ത് മോനെ കണ്ടു, പിന്നെ നിങ്ങളെ കണ്ടു, പിന്നെ ഈ പരമദ്രോഹികളെയും കണ്ടു. ഓരോന്ന് കേറി വന്നോളും നേരം വെളുക്കുമ്പോഴേക്കും. ഇനി ഇന്ന് അധികം പേരെ കാണാതിരിക്കുന്നതാ ശരീരത്തിന് നല്ലത്. അതിന് എന്ത് ചെയ്യും? ഇന്ന് മുഴുവൻ ഗുഹയിൽ തന്നെ ഇരുന്നോളൂ. ആരെയും അകത്ത് കടത്തുകയും വേണ്ട. ഇവന്മാര് തന്നെ ഇവിടെ കാവൽ നിൽക്കട്ടെ. ആരെയും അകത്ത് വിടണ്ട. ചതിച്ചോ? ആരെങ്കിലും അകത്ത് വന്നാൽ നിങ്ങൾക്ക് ഐഡി കേട്ടല്ലോ. സന്തോഷം. ഹലോ, സൂത്രന്റെ വാല് നോക്കി ലക്ഷണമൊന്ന് പറയാമോ? ഈ വാലിൽ ഭാഗ്യദേവത കുടികൊള്ളുന്നുണ്ട്. ആ കറുത്ത് കാണുന്നതാണോ? അത് ഭാഗ്യദേവതയല്ല, ഒരു പ്രാണിയാ. ബന്ധുവലവും കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറെ കാലമായി കാണാതിരുന്ന പല ബന്ധുക്കളെയും ചെങ്ങാതിമാരെയും ഉടൻ കാണും. സൂത്ര, തന്റെ സുഹൃത്തുക്കളെ വല്ലവരെയും കുറെ കാലമായി കാണാതെ പോയിട്ടുണ്ടോ? മാത്രമല്ല, ഈ വാലിന്റെ ബലത്തിൽ തനിക്ക് ലോകം മുഴുവൻ ചുറ്റാൻ കഴിയും. എന്റെ വാലത്ര മോശമല്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്റെ വാലും ആ പുച്ചക്കാരനെ കാണിക്കാമായിരുന്നു. ഞാൻ എത്തി. അതാരാ? അയ്യോ, എന്റെ അമ്മാവന്റെ മോൻ. അതെ, ഒരു സംശയം തീർക്കാൻ വന്നതാ. സിംഹത്തിന് എത്ര പല്ല് കാണും? വാ അടിച്ചു പിടിച്ചാൽ ഒരു പല്ലും കാണില്ല. സിംഹത്തിന്റെ പല്ലിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ എന്റെ മാഷ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കാട്ടിലെ സിംഹം കഴിഞ്ഞ ആഴ്ച ചത്തു. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. മോൻ ഇവിടെ നില്ല്, ഞാൻ അകത്ത് പോയി സിംഹത്തോട് തന്നെ ചോദിച്ചിട്ട് വരാം. സിംഹം അകത്തുണ്ടോ? എന്നാ പിന്നെ ഞാൻ പോയി നോക്കിക്കോളാം. അയ്യോ, മോനെ അകത്ത് പോവല്ലേ. എടോ, എന്തോ ഇത്? ഇതൊരു കുറുക്കൻ കുട്ടിയാ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആരെയും അകത്ത് കേറ്റരുതെന്ന്. എന്റെ കഴുത്തേ, മൂപ്പർക്ക് 20 പല്ലുണ്ട്. ചീത്ത വിളിക്കാൻ വായ തുറന്ന നേരത്തെ ഞാൻ എണ്ണി. ആദ്യമായിട്ട് വന്ന ബന്ധു കലക്കി. കടിയൻ ചേട്ടൻ അകത്തുണ്ടോ? എന്നോട് അങ്ങേരുടെ ഒരു പടം വരയ്ക്കാൻ പറഞ്ഞിരുന്നു. വരച്ചു വന്നപ്പോ ചെറിയൊരു സംശയം, അത് തീർക്കാൻ വന്നതാ. പടമൊക്കെ നാളെ, ഇന്ന് ആരെയും അകത്ത് കേറ്റണ്ടെന്നാ പറഞ്ഞത്. അത് പറ്റൂല, ഇന്ന് തീർക്കണമെന്ന് മൂപ്പര് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഞങ്ങളുടെ കാര്യം അങ്ങേര് തീർക്കും. എനിക്ക് ആ മുഖമൊന്ന് കണ്ടാ മതി. മൂക്കിന്റെ വളവൊന്ന് നോക്കാനാ. പറ്റില്ല പറ്റില്ല പറ്റില്ല. വേറൊരു വഴി നോക്കട്ടെ, അതാ നല്ലത്. ഹാവൂ, ഇടി കൊള്ളാതെ അങ്ങേര് പോയി. എടാ, ഗുഹയുടെ പിന്നിൽ കിളിവാതിൽ തുളച്ചു വെച്ചിരിക്കുന്നതേ കാറ്റ് കിടക്കാനാ, അല്ലാതെ വല്ലവർക്കും വന്ന് എത്തി നോക്കാനല്ല. മനസ്സിലായോ? ആ കരടിയുടെ മുഖം ഞാൻ കണ്ടടാ ദ്രോഹികളെ. ഇങ്ങനെ ഗുഹയ്ക്ക് പിറകുവശത്തെ കിളിവാതിൽ വെച്ച കാര്യം ഞാൻ അറിഞ്ഞില്ല. ഏത് കിളിയാ സൂത്ര വാതിൽ വെച്ചത്? ഇനി ഒരുത്തനും ഇതുവഴി വരാതിരുന്നാ മതിയായിരുന്നു. വാശിയോടെ വീശി വീശി മീശയെ പോലും പാശം പോലെ മോശമാക്കി നശിപ്പിക്കുന്ന ശിശിരക്കാറ്റേ. അജഗജനാട്. ആര്? ശേരുവല്ലേ? ആരവങ്ങൾ തേരോടിക്കുന്ന പാരാവാരത്തിൽ വാരിയല് ഊരിപ്പോയ പോലെ ചാരിയിരിക്കുന്നത്. എന്റെ പേര് ശേരു എന്നാണോ എന്നല്ലേ ചോദിച്ചത്? അതെ, ഇത് സൂത്രൻ. ഓ, വൃദ്ധന്മാരെ പോലെ ബുദ്ധി സിദ്ധിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ ബന്ധപ്പെടുന്ന ശുദ്ധൻ. എടാ, അവനോട് മിണ്ടാതിരിക്കാൻ പറ. സ്ഥലം വിട്ടോ, കടിയനെ അകത്ത് ആരെയും കാണാതെ ഇരിപ്പാ. കാണാതിരിക്കാൻ കാരണം നാണമാണോ ക്ഷീണമാണോ വീണതാണോ? ആ വിഡ്ഢിയോട് മിണ്ടരുതെന്ന് പറയാൻ. കേട്ടിട്ട് തല വേദനിക്കുന്നു. പോടാ, പറഞ്ഞില്ലേ കടിയൻ ചേട്ടൻ ഇന്ന് ആരെയും കാണുന്നില്ല. വന്യമൃഗങ്ങളുടെ മാന്യത ശൂന്യമാണെന്ന്. നിന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് ആ വിഡ്ഢി പോയോ? ശല്യം. അയ്യോ ചേട്ടാ, അവനെ ഇവിടെ തന്നെ ഇരുത്തിയോടാ കഴുതകളെ. അവനെ ഓടിച്ചു വിട്ടാൽ പോരായിരുന്നോ? എന്നാ പിന്നെ ഇങ്ങനെന്തിനാ പുറത്തിറങ്ങി നോക്കിയത്? ശക്തന്മാരിൽ നിന്ന് മുക്തരാവാനായി ഈ ഭക്തൻ വ്യക്തമായ ഒരു സുക്തം പാടാം. താൻ വായിലെ കെട്ടഴിച്ചോ? ഓടടാ ഇവിടെന്ന് തല്ലു വിളിക്കാതെ. കടിയൻ ചേട്ടൻ ഇന്ന് ആരെയും കാണുന്നില്ലെന്ന് കാണുന്നവരോടൊക്കെ പറഞ്ഞേക്ക്. അങ്ങനെയെങ്കിലും കുറച്ചുപേര് വരാതിരിക്കട്ടെ. എന്റെ മോനെ, നിനക്ക് എന്തു പറ്റിയടാ? കടിയന്റെ അമ്മൂമ്മ. സത്യം പറ, എന്റെ കടിയൻ മോനെ എന്തു പറ്റി? ആ ആട് പറഞ്ഞത് എനിക്ക് മുഴുവൻ മനസ്സിലായില്ല. എന്റെ മോനെ എനിക്ക് ഇപ്പൊ കാണണം. കടിയാ, അയ്യോ പോകല്ലേ. എടാ ദ്രോഹി. അമ്മുമ്മയെ കടിയൻ ദ്രോഹി എന്നാണോ വിളിക്കുന്നത്? അത് നമ്മളെ വിളിച്ചത് അമ്മുമ്മയെ കടത്തി വിട്ടതിന്. കടിയൻ ചേട്ടനെ എന്തോ പ്രശ്നമുണ്ടെന്ന് കേട്ടല്ലോ, ഒന്ന് കാണാൻ പറ്റുമോ? ഒരു പ്രശ്നവുമില്ല, കാണണമെന്ന് മാത്രം പറയരുത് പ്ലീസ്. കടിയൻ ചേട്ടന് മാനസികമായി എന്തോ കുഴപ്പമുണ്ടല്ലേ? പുറത്തിറങ്ങുന്നില്ലെന്ന് കേട്ടല്ലോ. ഒരു കുഴപ്പവുമില്ല, പുച്ഛലക്ഷണം കാരണമാ അകത്തിരിക്കുന്നത്.
പുറത്തിറങ്ങുമ്പോഴൊക്കെ ഭയങ്കര ആക്രമണമാണെന്ന് കേട്ടു. വെളിച്ചം കണ്ടാൽ ദേഷ്യം വരുന്ന ഒരു സൂക്കേടുണ്ട്. എന്റെ അപ്പൂപ്പൻ ആ രോഗം വന്നാ ചത്തത്. എനിക്ക് സംശയം ആ സൂതന്റെയും ഷേരുവിനെയോ അവന്മാരുടെ കളിയാണോ എന്ന് സംശയിച്ചോളാം. രോഗം വന്ന കടിയനെ അവർ തടവിൽ വെച്ചിരിക്കുകയാ, വൈദ്യരെ കാണാൻ സമ്മതിക്കാതെ. ശരിയാ, അല്ലാതെ പുച്ഛം കാരണം ആരെങ്കിലും ഗുഹയിൽ ഇരിക്കുമോ? കടിയൻ ആള് പോക്കിരിയാ, എന്നാലും ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. സത്യം നമുക്ക് അറിയണം. വാടാ, കഴിയുന്നത്ര ആളെ കൂട്ടി നമുക്ക് അങ്ങ് ചെല്ലാം. കടിയനെ ഞങ്ങൾക്ക് കണ്ടേ തീരൂ. എന്റെ കാട്ടുമുത്തപ്പ, പഞ്ചപുച്ചൻ പറഞ്ഞത് ശരിയായി. കുറെ കാലമായി കാണാതിരുന്ന സകല ഇടാകൂടങ്ങളുമുണ്ട്. ഞങ്ങൾ ഇവിടെ ഇരിക്കും, കടിയനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഹലോ കരുനാക്കൻ, എല്ലാരും കൂടി ഇങ്ങനെ ചാരിയ ഗുഹ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമോന്നാ എന്റെ സംശയം. നമസ്കാരം കടിയൻ ചേട്ടാ, ഇപ്പൊ എങ്ങനെയുണ്ട്? എന്റെ കാട്ടുമുത്തപ്പ, വാളിന്റെ ബലത്തിൽ സൂത്രം ചുറ്റുമെന്ന് പുച്ചക്കാരൻ പറഞ്ഞിരുന്നു. കടിയന്റെ പുച്ഛലക്ഷണം ശരിയായല്ലേ? മൂപ്പരെ ശരീരവേദനയ്ക്ക് മരുന്ന് വാങ്ങാൻ വന്നിരുന്നു. 1 മണിക്കൂർ തുടർച്ചയായി ഇടിച്ചാൽ ഇടികൊണ്ടവന് മാത്രമല്ല, ഇടിച്ചവനും ശരീരവേദന വരും വൈദ്യരെ. അമ്മാവന്റെ പിറന്നാളാ, എന്റെ ഒരു പ്രതിമ സമ്മാനം കൊടുക്കണം. പ്രതിമ ഉണ്ടാക്കാൻ അറിയില്ല. തന്നോട് ഉണ്ടാക്കാനല്ല പറഞ്ഞത് കഴുതേ. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വാടോ. സൂത്ര, അമ്മാവന് കടിയന്റെ പ്രതിമ കിട്ടിയിട്ട് എന്താ ഗുണം? പ്രതിമയാണെങ്കിൽ മിണ്ടില്ലല്ലോ, അങ്ങനെ ഒരു ഗുണമുണ്ട്. പ്രതിമയ്ക്ക് എന്ത് വലിപ്പം വേണം? അയ്യോ, അത് ചോദിച്ചില്ല. 3-4 ഉണ്ടാക്കിക്കോ, പല വലിപ്പത്തിൽ. ഇഷ്ടമുള്ളത് എടുത്തോട്ടെ. ഹിഹി, കൊള്ളാം. ഏതാ അമ്മാവന് കൊടുക്കുന്നത്? ഒന്നും കൊടുക്കുന്നില്ല. 4 കണ്ടപ്പോൾ വേറൊരു ഐഡിയ. മുറ്റത്ത് ആ മരം വരെ ഇത് 4 സ്ഥാപിക്കാം. കാണുന്നവർക്ക് എന്നോടൊരു ബഹുമാനം തോന്നും. പിന്നെ തോന്നിയത് തന്നെ. വേഗം പ്രതിമ സ്ഥാപിക്ക. ഹിഹി, അത് ശരു സ്ഥാപിച്ചോളും. ഞാനൊന്ന് പോയിട്ട് പെട്ടെന്നിങ്ങ് വരാം. ശരു, സ്ഥാപിച്ചോ? സ്ഥാപിച്ചു കഴിഞ്ഞാൽ പറയണം, ഞാൻ അകത്തുണ്ടാവും. ചേട്ടാ, തീർന്നു. വലിയ പ്രതിമ സൂപ്പർ, പക്ഷെ അവസാനത്തേത് ചെറുതാ, ഭംഗി പോരാ. എടോ, അവസാനം വെച്ച പ്രതിമ വേണ്ട, തല്ലിപ്പൊട്ടിച്ചു കളാ. ഭാരം കൂടുതലുള്ളത് കൊണ്ട് അവസാനം വെച്ചത് വലിയ പ്രതിമയാ. അടിച്ചു സൂത്ര, അടിച്ചു. ആരടിച്ചു? ആരെ അടിച്ചു? സമ്മാനം അടിച്ചെന്ന്. കാട്ടിൽ ഏറ്റവും അടികൊണ്ടിട്ടുള്ള സമ്മാനം തനിക്കാ. ഇന്നലെ കടിയൻ അടിച്ചത് കൂട്ടിയപ്പോൾ 500 ഇടിയായി. കാട്ടിലെ ലോക റെക്കോർഡാ. ഇത്രയും ഇടികൊണ്ടിട്ടും ജീവിച്ചിരിക്കുന്നത് ലോകാത്ഭുതമാണെന്ന്. എന്നാരാ പറഞ്ഞത്? പറഞ്ഞവരെ ഇപ്പൊ ഇനി എത്തും തനിക്ക് സ്വീകരണം തരാൻ. റെക്കോർഡിന്റെ കാര്യം ഞങ്ങൾ അറിഞ്ഞു. ദാ ഇതൊക്കെ ഞങ്ങളുടെ സമ്മാനമാ. അയ്യടാ. സ്വീകരണ ചടങ്ങുകൾ ആരംഭിക്കുകയായി. ആദ്യം പ്രാർത്ഥന. ദൈവമേ, കൈതൊഴാൻ തല്ലുമാറാകണം. പാവമാസൂത്രന് റെക്കോർഡ് ഉണ്ടാകണം. ഇനി ഞങ്ങളുടെ സംശയങ്ങൾക്ക് സൂത്രന്റെ മറുപടി. ഞാൻ പറയുന്നതൊക്കെ താൻ എഴുതി വെച്ചോ. നാളത്തെ പിള്ളേർക്ക് ഒരു പാഠമാവട്ടെ. സത്യമായിട്ട് സൂത്രൻ ഇത്രയും ഇടി കൊണ്ടോ? കാട്ടുമുത്തപ്പാണോ സത്യം? എപ്പോഴാ കൂടുതൽ വേദന? ഇടിച്ചാലോ ചവിട്ടിയാലോ? ഇടിച്ചാൽ. ആരെയാണ് ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത്? തടിയൻ ചേട്ടനെ. 500-ൽ 450 മൂപ്പരുടെ ഇടിയല്ലേ? ആരോ തന്നെ മണ്ടനെന്ന് വിളിച്ചതിന് ഇത്രയും വിഷമിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ബുദ്ധിമാനെന്ന് എന്നെ എത്ര പേര് വിളിക്കുന്നു, എന്നിട്ട് ഞാൻ വിഷമിച്ചിട്ടുണ്ടോ? ഒരു കാര്യം ചെയ്യാം, തന്നേക്കാൾ മണ്ടന്മാരുണ്ടെന്ന് ഞാൻ തെളിയിക്കാം. അപ്പോൾ തനിക്കൊരു ആശ്വാസം കിട്ടും. വാ ചേട്ടാ, ഈ കുളം ആരുടെയാ? എന്റെ. ഈ കുളം എനിക്ക് തരാമോ? പകരം കുളത്തിലെ വെള്ളം കോരാൻ ഈ ഷേരുവിനെ തരാം. ശരി, സമ്മതിച്ചു. ഷേരുവിനെ തന്നിട്ട് കുളം എടുത്തോ. സൂത്ര, എന്നെ താൻ ഇങ്ങേർക്ക് കൊടുക്കുകയാണോ? ഇല്ലെന്നേ, വേറൊരു സൂത്രമുണ്ട്. ഹിഹി. ചേട്ടാ, ഒരു സംശയം. കുളത്തിലെ വെള്ളം കോരാനാ ഷേരുവിനെ തന്നത്. കുളം എന്റേതായ സ്ഥിതിക്ക് കുളത്തിലെ വെള്ളം കോരുന്നവനും എന്റെ കൂടെ വരണ്ടേ? മാത്രമല്ല, കുളമില്ലാത്ത ചേട്ടനെ കുളത്തിലെ വെള്ളം കോരാൻ ആളെന്തിനാ? ശരിയാ. ഹിഹി, അങ്ങനെ ആ മണ്ടന്റെ കുളം എനിക്ക് വെറുതെ കിട്ടി. ഇപ്പൊ മനസ്സിലായില്ലേ തന്നേക്കാൾ വലിയ മണ്ടനാണ് ആ. ഹലോ, ഒരു മിനിറ്റ്. ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ വന്നതാ. നമസ്കാരം, എന്റെ പേര് ബബബൻ. നമസ്കാരം. അതിരിക്കട്ടെ, താനെന്തിനാ ബബബൻ ചേട്ടനെ പരിചയപ്പെടുത്തുന്നത്? ബബബൻ ചേട്ടന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ആ കുളം വാങ്ങിയത് 2 കൊല്ലം മുമ്പ്. 1 കൊല്ലം കൊണ്ട് 350 കരിമ്പിൻ കെട്ട് കൊടുക്കണം. അതായിരുന്നു കുളത്തിന്റെ വില. പക്ഷേ ആകെ 35 കരിമ്പിൻ കെട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയുള്ളൂ. അതുകൊണ്ട് വില മുഴുവൻ കൊടുത്തില്ലെങ്കിൽ കാലത്തും വൈകിട്ടും ഓരോ തല്ല് ഞാൻ വാങ്ങണമെന്നായിരുന്നു വ്യവസ്ഥ. കുളം ഞാൻ വിറ്റ സ്ഥിതിക്ക് ഇനി സൂത്രനെ തല്ലിക്കൊള്ളാമെന്ന് ബബബൻ ചേട്ടൻ സമ്മതിച്ചിട്ടുണ്ട്. ഇന്ന് കാലത്തെ തല്ല് പിടിച്ചോ. കുളം വാങ്ങി തല്ല് കൊണ്ടവനാ അത്. മണ്ടൻ. തന്നെ മണ്ടാന്ന് വിളിക്കുന്നു സൂത്ര. ഇപ്പോഴാ എനിക്ക് ആശ്വാസമായത്. താൻ എങ്ങോട്ടാണ് ഓടുന്നത്? എന്റെ ഒരു അമ്മാവന്റെ അമ്മാവൻ വന്നിട്ടുണ്ട്. അങ്ങേര് തന്നെ തല്ലാൻ വരുന്നുണ്ടോ?
അതല്ലടോ, അങ്ങേര് പറഞ്ഞിട്ടാ ഓടുന്നത്. അമ്മാവൻ ഓട്ടം പഠിപ്പിക്കുന്ന ആളാണോ? അല്ലെന്നേ, വലിയ മന്ത്രവും പൂജയും ഒക്കെ അറിയുന്ന ആളാ അമ്മാവന്റെ അമ്മാവൻ. കാട്ടുമുത്തപ്പനൊക്കെ അമ്മാവനെ വലിയ ബഹുമാനമാണെന്ന് അമ്മാവൻ പറയുന്നത്. അമ്മാവൻ ഈ വള്ളി എന്റെ കയ്യിൽ തന്നു വിട്ടു. ഇത് 12 കല്ലിന്റെ ഉള്ളിലൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അതിനു പറ്റിയ പാറക്കല്ല് തിരിഞ്ഞു നടക്കുകയാ ഞാൻ. പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, അതാ അവിടെ ഒരെണ്ണം. ഹാവു, ഇപ്പോ 11 എണ്ണമായി. ഒരെണ്ണം കൂടി വേണം. കല്ലിന്റെ ഉള്ളിൽ കൂടി വള്ളി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? ആർക്കറിയാം. എന്തോ പൂജയ്ക്കാണെന്നാ തോന്നുന്നത്. പണ്ട് ഇതുപോലെ ഒരു ഇറച്ചി കഷ്ണം തന്നെ 7 പുഴയിൽ മുക്കിക്കൊണ്ട് വരാൻ മൂപ്പര് പറഞ്ഞു. പക്ഷെ 7 തവണ മുക്കിയപ്പോഴേക്കും ഇറച്ചിയൊക്കെ മീൻ കൊത്തി തീർത്തു. തുളയുള്ള ഒരു പാറക്കൽ ഇതാ അവിടെ. എന്റെ കാട്ടുമുത്തപ്പ, നടു ഒടിഞ്ഞു. എന്നാലും കല്ല് 12 എണ്ണമായല്ലോ, ആശ്വാസമായി. വാ, എന്റെ അമ്മാവനെ കാണാൻ പോകാൻ. താനും പരിചയപ്പെട്ടോ. അമ്മാവ, ഇത് എന്റെ ഫ്രണ്ട് സൂത്രൻ. ഇതാ അമ്മാവൻ തന്ന വള്ളി. കല്ലൊന്നും കിട്ടിയില്ലേ? കിട്ടി. തുളയുള്ള 12 കല്ലിന്റെ ഉള്ളിൽ കൂടി ഇതും പിടിച്ച ഞാൻ നടന്നു. നല്ലവണ്ണം പ്രാർത്ഥിച്ചിട്ടാ നടന്നത്. എന്നാ പിന്നെ നീ ഒന്നുകൂടി പ്രാർത്ഥിച്ചോ, കാരണം നിന്നെ ഞാൻ കൊല്ലാൻ പോകിയ. അയ്യോ, എന്തിനാ? എടാ മണ്ട, തുളയുള്ള ചെറിയ കല്ലുകൾ ആ വള്ളിയിൽ കോർത്ത എനിക്കൊരു കല്ലുമാല ഉണ്ടാക്കാനാ ഞാൻ പറഞ്ഞത്. ഈ മൂങ്ങാവൈദ്യരെ കാണാൻ എന്ത് ചെയ്യണം? വൈദ്യരെ കാണാൻ വൈദ്യരുടെ അടുത്ത് പോയാൽ മതി. അതെനിക്കറിയാം. വൈദ്യര എവിടെയാ താമസിക്കുന്നതെന്നാ ചോദിച്ചത്. ഇവിടെ അടുത്താ. എവിടെന്നാ വരുന്നത്? ഞാൻ ഇവിടെ അടുത്തല്ല, കുറെ അകലെയാ. ഈ മുടി ഇങ്ങനെ വളരുന്നതാ പ്രശ്നം. ഇതൊന്ന് വെട്ടിക്കളഞ്ഞാൽ പോരെ? വെട്ടി നോക്കി, അപ്പൊ പിന്നെയും വളരുന്നു. അത് കാരണം മറ്റു പുലികൾ എന്നെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി. മുടിയനായ പുത്രൻ എന്നാ അവരെന്നെ വിളിക്കുന്നത്. വൈദ്യരുടെ സ്ഥലം ഞങ്ങൾ കാണിച്ചു തരാം, വാ. വലിയ ഉപകാരം. ഇതാണ് സ്ഥലം. പക്ഷെ വൈദ്യരെ എങ്ങോട്ടാ പോയിരിക്കുക? മുടിയൻ ഇവിടെ വെയിറ്റ് ചെയ്യേ. വൈദ്യരെ ഇപ്പൊ വരും, ഞങ്ങള് പോണു. ദേ വൈദ്യര്. വൈദ്യരെ, ഒരു പുലിക്ക് മുടി വളരുന്നു. പുള്ളി വൈദ്യരെക്കാട്ട് ഇരിപ്പുണ്ട്. ഞാൻ അരമണിക്കൂർ വൈകും. ഒരു കാര്യം ചെയ്യാമോ? ഈ മരുന്ന് കഴിക്കാൻ പറ, മുടി പോകും. വൈദ്യര് വരാൻ വൈകും. ഈ മരുന്ന് കഴിച്ചോ, മുടി പോകും. മരുന്ന് കൊണ്ടുപോടോ. ഇനി മുടി പോയാലാ കുഴപ്പം. ഇവരെന്നെ ഗ്രൂപ്പിൽ കൂട്ടി. വൈദ്യരെ, എന്റെ ഈ കൂട്ടുകാരന്റെ പുള്ളി മായ്ക്കാൻ മരുന്നുണ്ടോ? കടിയൻ സിംഹം ആരാണെന്നല്ല, നിങ്ങൾ ആരാണെന്നാ ചോദിച്ചത്. ഞാൻ സിംഹമല്ല, ഒരു ചെന്നായാണ്. അടുത്ത കാട്ടിൽ നിന്നും വരുന്നു. പണ്ട് കുറെ പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ പാട്ടുകൊണ്ട് ജീവിക്കാനുള്ള വക കിട്ടാതായി. അതോടെ ഞാൻ ഗദയുണ്ടാക്കുന്ന പണി തുടങ്ങി. ഗദയോ? അതെ, ഇര പിടിക്കുന്നവർക്ക് ഉപയോഗിക്കാം. ശത്രുക്കളെ നേരിടാനും ഉപയോഗിക്കാം. ഒറ്റയടിക്ക് മുതുകു ചുളുങ്ങും, എല്ലു നുറുങ്ങും, ആമാശയം കലങ്ങും. ആനയെ തല്ലാം, സിംഹത്തെ തല്ലാം, പുഴുവിനെ തല്ലാം, പാമ്പിനെ തല്ലാം. എങ്കിൽ ഒരു ഗദ ഞങ്ങൾക്ക് തരുമോ? വില തരാം. പറ്റില്ല. ഞാനുണ്ടാക്കിയ ഗദ ഞാൻ എന്റെ കാട്ടിലേ കൊടുക്കൂ. അതൊക്കെ പോട്ടെ, കടിയന്റെ ഗുഹ എവിടെയാ അത് പറ. നേരെ നടന്നാൽ വലത്തോട്ട് തിരിയണം. വലത്തോട്ട് തിരിഞ്ഞാൽ നേരെ നടക്കണം. കടിയനെ പരിചയമുണ്ടോ? ഇല്ല, പരിചയപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇത് സമർപ്പിക്കണം. എങ്കിൽ ഒരു കഥ ഞങ്ങൾക്കും വേണം. ഗദ ഈ കാട്ടിൽ വിൽക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ശരു, ഇവനാള് തരികിടയാ. നമുക്ക് തരാതെ ഗദ കടിയന് മാത്രം കൊടുക്കാനുള്ള പരിപാടിയാ. ഇനി കടിയന്റെ അടി ഗദ കൊണ്ടായിരിക്കും. എങ്കിൽ താൻ കടിയനും ഇത് കൊടുക്കണ്ട. ഭീഷണിയാണോ? ഞാൻ ഇത് കൊടുത്താൽ തനിക്കെന്താണോ? കടിയന് മാത്രമായി താൻ ഈ കാട്ടിൽ ഗദ കൊടുക്കണ്ട, മനസ്സിലായോ? ഗദയോ? ഗദ ഞാൻ കൊടുക്കുന്നില്ല. പിന്നെ കടിയന് സമർപ്പിക്കുമെന്ന് പറഞ്ഞതോ? അത് കടിയനെ പറ്റി ഞാൻ എഴുതിയ ഈ പാട്ടിന്റെ കാര്യമല്ലേ. വരികൾ മറന്നു പോകാതിരിക്കാനാ ഞാൻ എന്റെ ഈ ഗദയിൽ എഴുതിക്കൊണ്ട് വന്നത്. നിങ്ങളെയും കേൾപ്പിക്കാം. ഉടയവനല്ലോ കടിയൻ, ഉടയവനല്ലോ അടിമകളല്ലോ ഞങ്ങൾ, അടിമകളല്ലോ ഓ ഓ ഓ. ഗദ കൊണ്ടുള്ള അടിയായിരുന്നു ഇതിലും ഭേദം. പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. കണ്ണു തുറക്ക, വരം ചോദിക്കൂ. വേഗം പറയൂ കുഞ്ഞെ, എന്താ മറന്നുപോയോ? ശരി, ആലോചിച്ചിട്ട് പിന്നെ പറഞ്ഞാൽ മതി. പോയിട്ട് തിരക്കുണ്ട്. ആലോചിച്ചോ? എന്താ വേണ്ടതെന്ന് പറയൂ. എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വരം ചോദിക്കൂ കുഞ്ഞെ. കളിയാക്കുകയാണോ? ദേ, കാട്ടുമുത്തപ്പനോട് കളിക്കരുത്. ഇനിയെങ്കിലും ഒന്ന് പറ, എന്ത് വരം വേണമെന്ന്. ഇതേ നല്ല തല്ല് കിട്ടാത്തതിന്റെ കുഴപ്പമാ. ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. പാവം, കരച്ചില് തുടങ്ങി. ഈ കാട്ടുമുത്തപ്പന്റെ ഒരു കാര്യം.
എന്താ മോനെ, കാട്ടുമുത്തപ്പൻ വന്നിട്ട് മോനെന്താ ഒന്നും ചോദിക്കാത്തത്? ഓ, ഇവനെ മിണ്ടാൻ പറ്റുന്നില്ല, തൊണ്ടയിൽ എന്തോ തടഞ്ഞതാ. വാ, വൈദ്യരെ കാണാം. തൊണ്ടയിൽ പുളുങ്കുരു കുടുങ്ങിയതാ, ഈ മരുന്ന് കഴിച്ചോ ശരിയാവും. തൊണ്ട ശരിയായല്ലോ, ഇനി മോൻ ധൈര്യമായി കാട്ടുമുത്തപ്പനെ പ്രത്യക്ഷപ്പെടുത്തിക്കോ. ശരി. കാട് കുലുക്കുന്ന കൊമ്പനായി കൺമുന്നിൽ കാട്ടുമുത്തപ്പനെ കാണുമാറാകണം. ഇതിപ്പോ 4ാമത്തെ തവണയായി. വരം ചോദിക്കുന്നോ ഇല്ലയോ? വരം വേണ്ട, ഇതങ്ങ് തരാനാ വിളിച്ചത്. എന്റെ കാട്ടുമുത്തപ്പാ, കാര്യമറിയാതെ പിള്ളേരെ തല്ലരുത് കേട്ടോ. പുളുങ്കുരു തൊണ്ടയിൽ തടഞ്ഞത് ശരിയാക്കാനാ ഞാൻ നേരത്തെ വിളിച്ചത്. ഇതെന്താ സൂത്ര? വഴിയിൽ കിടന്നതാ, നിറയെ കഥകളും പടങ്ങളും. ദേ കണ്ടോ, ഒരു കുട്ടിച്ചാത്തൻ കുന്തത്തിൽ കയറി പോകുന്നു. ആഹാ, ഹിഹി, നല്ല തമാശ. നമ്മുടെ കഥയും ഇങ്ങനെ കാണാൻ നല്ല രസമാവുമല്ലേ സൂത്ര? എന്ത് രസം. നമ്മുടെ കഥകളൊക്കെ ഒരുപോലെ അല്ലേ? എന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും സൂത്രം കണ്ടുപിടിക്കും, താൻ അത് പൊളിക്കും. ഞാനൊരു മുയലിനെ പിടിക്കും, താൻ അത് കളയും. ഇതല്ലേ സ്ഥിരം കഥ. ഈ കഥ മാറാൻ പോണില്ല സൂത്ര. ഞാൻ മിണ്ടി പോകരുത്, തന്റെ ഒച്ച കേട്ടാലേ എനിക്ക് അരിശം വരും. സൂത്രൻ ഭയങ്കര ദേഷ്യത്തിലാ. ഇനി ദേഷ്യം മാറിയിട്ട് മിണ്ടിയാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമാ. ഒരു തടിയൻ മുയൽ. സൂത്രനെ വിളിക്കണ്ട, ദേഷ്യപ്പെട്ടാലോ? ഒത്തടാ ഒത്തു. ഇനി സൂത്രന് സന്തോഷമാവും. സൂത്ര, സൂത്ര, തന്നോട് മിണ്ടി പോകരുതെന്നല്ലേ പറഞ്ഞത്? ഈ മണ്ടനെ ഞാൻ ഇന്ന്. എന്താ മിണ്ടാത്തത്? ഇതും എന്റെ കുറ്റമാണെന്ന് പറ. ഹാവൂ, കഥ മാറിയപ്പോ എന്തൊരാശ്വാസം. ഇച്ചിരി വഴി തന്നാൽ ഈ ഉള്ളവനെ ഇറങ്ങാമായിരുന്നു. അതാരാ പറഞ്ഞത്? അടിയൻ. ഇത് ഈ ഉള്ളവന്റെ വീടാണ് സൂത്ര. ഇവൻ എന്തുള്ളവനാണെന്നാ പറയുന്നത്? ഈയോ? ഒരു കാട്ടുപൂച്ചയ്ക്ക് ഇത്രയും മുടിയോ? ഈ ഉള്ളവന്റെ പണി അതല്ലേ? മുടി തട്ടുവളർത്തലാണോ പണി? പല സ്റ്റൈലിൽ മുടി ചീകിയെടുക്കും, കെട്ടിയും കൊടുക്കും. കൂലി തല ഒന്നിന് ഒരെലി. അത് ശരി, എന്താ പേര്? ഈ പുണ്ണി. സൂത്ര, ഇപ്പൊ പിടികിട്ടി. എന്ത് പിടികിട്ടി? ഈയുള്ളവൻ എന്ന് പറഞ്ഞതിന്റെ കാര്യം പിടികിട്ടി. പേരിനകത്ത് ഈ ഉണ്ടെന്നല്ലേ? അപ്പൊ ഞാൻ ഷേ ഉള്ളവൻ എന്ന് പറയണം അല്ലേ സൂത്ര? മുടി പലതരത്തിൽ കെട്ടാൻ അടിയൻ മിടുക്കനാ. ഉദാഹരണത്തിന് ദാ ഈ സ്റ്റൈൽ എങ്ങനെയുണ്ട്? ശരി, ഇവനെ ഒന്ന് കളിയാക്കാം. അയ്യോ, ഇതോ? ചീന ചക്കക്കകത്ത് നിന്ന് 2 വൃത്തികെട്ട തേരട്ടകൾ ഇറങ്ങി വന്ന കോക്കറി കാട്ടുന്നത് പോലുണ്ട്. അയ്യോ, ശരിക്കും അങ്ങനെയാണോ? ശരിക്കും അതിനേക്കാൾ വൃത്തികേടാ. എന്നാൽ ഈ ഉള്ളവൻ ഇപ്പൊ വരാം. ഒരാളോട് പറയാനുണ്ട്. എന്റെ തല ഒരു ചീന ചക്കയാണെന്ന് നീ പറഞ്ഞോ? കടിയൻ ചേട്ടൻ, ഈ മുടി കണ്ടാൽ തേരട്ട കോക്കറി കാട്ടുകയാണെന്ന് നീ പറഞ്ഞോ? എടാ, പറഞ്ഞോന്ന്. നോക്കടോ കടിയൻ. എന്തോ അപകടം പറ്റി കിടപ്പാ, ബോധം പോയി. നമ്മുടെ പ്രാർത്ഥന കാട്ടുമുത്തപ്പൻ കേട്ടു. ശരു, എനിക്കൊരു ഐഡിയ. കടിയനെ സോപ്പിടാൻ പറ്റിയ സമയമാ. മൂപ്പരെ നമുക്ക് സഹായിക്കാം. എന്തിന്? ബോധം പോയവനെ സഹായിച്ചിട്ട് എന്ത് കിട്ടാനാ സൂത്ര? അതല്ല, ബോധം വീഴുമ്പോ നമ്മൾ അടുത്ത് വേണം, അതും നമ്മുടെ ഗുഹയില്. ഇവിടെ അടുത്തല്ലേ എന്റെ ഗുഹ, അങ്ങോട്ട് കൊണ്ടുപോകാം. നമുക്ക് ഒറ്റയ്ക്ക് പറ്റില്ല, ആരെങ്കിലും സഹായിക്കാൻ വേണം. ഒരുത്തൻ വരുന്നുണ്ട്. ചേട്ടാ, ഈ ചേട്ടനെ ചേട്ടനെന്ന ഗുഹയിൽ എത്തിക്കാമോ? എന്നെ കൊണ്ട് വയ്യ, ഞാൻ എന്റെ ഗുഹയിൽ കൊണ്ടുപോവുകയാ. ചേട്ടന്റെ ഗുഹ എവിടെയാ? കുറച്ച് പടിഞ്ഞാറാ. എന്നാ പിന്നെ പോന്ന വഴിക്ക് ഈ ചേട്ടനെയും പൊക്കി പിടിച്ചു പോകാമല്ലോ. പൊക്കാൻ പറ്റൂല. വേണ്ട, വള്ളി കെട്ടി വലിച്ചാ മതി. കടിയില് ബോധമില്ലാത്തത് ഭാഗ്യം. ശരു, താൻ ഈ വള്ളി ഒന്ന് കെട്ടിക്കൊടുക്ക. ഞാൻ മുമ്പേ പോയി ഗുഹയൊന്ന് ക്ലീൻ ആക്കാം. വലിക്കുമ്പോ കടിയിൽ ഉണർന്നാലാ കുഴപ്പം. നേരം കുറയായല്ലോ, ഇവന്മാരെ കാണാനുമില്ല. ശരു, എന്തു പറ്റി? താനൊന്ന് വാ, ഒരു കൺഫ്യൂഷൻ. ആ പുലിക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല. അന്നേരം ദാ വരുന്നു വേറൊരു പുലി. ഞാൻ അവനെയും സഹായത്തിന് വിളിച്ചു. മൂപ്പര് ഗുഹയിൽ പോകുന്ന വഴിയാ. പോണ വഴി കടിയനെയും വലിച്ചോണ്ട് പോകാൻ ഞാൻ പറഞ്ഞു. അതാ കുഴപ്പമായത്. എന്ത് കുഴപ്പം? മൂപ്പരുടെ ഗുഹ പടിഞ്ഞാറല്ല, കിഴക്ക. കടിയന്റെ മോനെ കണക്കുമാശ ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന്. നമ്മൾ ഒരുത്തനെ കൊണ്ടു ചെന്നിട്ട് മൂപ്പർക്ക് മോനും പിടിക്കാനിട്ടല്ലേ. കടിയൻ അന്ന് നമ്മളെ പിടിക്കാത്തത് നമ്മുടെ ഭാഗ്യം. സൂത്ര, ഈ കടിയൻ പിടിക്കുന്നതിനെയാണോ കടിപിടി എന്ന് പറയുന്നത്? ദേ, എന്റെ തലയിൽ ഒരു സൂത്രം മിന്നി. മിന്നലുണ്ടെങ്കിൽ പിറകെ ഇടിയും വരും. പഠിപ്പിക്കാൻ ഞാൻ തന്നെ ചെല്ലാം, പക്ഷെ തന്റെ സഹായം വേണം. അതിനെനിക്ക് കണക്കറിയില്ലല്ലോ. വേണ്ടെന്നേ, ഞാൻ ഒറ്റയടിക്ക് പറയുന്ന കണക്കുകളൊക്കെ ശരിയാണെന്ന് താൻ പറഞ്ഞാ മതി. ശരിയാണെന്ന് പറയാൻ ഞാൻ കണക്ക് കൂട്ടണ്ടേ? കണക്ക് കൂടുന്നത് പോലെ കാണിച്ചാൽ മതി. ശരു,
മോനെ കണക്ക് പഠിപ്പിക്കാമെന്നോ? അതിന് തനിക്ക് കണക്കറിയാമോ? അറിയാമോന്ന് വേണമെങ്കിൽ തെളിയിച്ചു തരാം. ഉദാഹരണത്തിന് 65 എലികളെ 85 ഉറുമ്പുകൾ 55 ദിവസം കൊണ്ട് കടിച്ചാൽ എത്ര ഉറുമ്പ് ചാവുമെന്ന് ചേട്ടൻ അറിയാമോ? ഇല്ല, 15 ഉറുമ്പ് ചാവും. ശരി, ഉത്തരം ശരിയാണോന്ന് കണക്ക് കൂട്ടി നോക്കടോ. കൃത്യം, കൃത്യം, 15 ഉറുമ്പ് ചാവും. കേട്ടല്ലോ. കാട്ടുപൂച്ചയെ ഒരാന ചവിട്ടിയാൽ കരച്ചിൽ 312 അടി ദൂരെ കേൾക്കാം. എങ്കിൽ 10 ആന ചവിട്ടിയാൽ എത്ര അടി ദൂരെ കേൾക്കും? ഉത്തരം 610 അടി. ശരിയാണോ ശരു? നോക്കട്ടെ സൂത്ര. ഹോഹോ, കറക്റ്റാ, 610 അടി. ഇനി 30 അടി പൊക്കമുള്ള ആളെ 30 അടി പൊക്കത്തിലുള്ള കാക്കക്കൂട്ടത്തിൽ എറിഞ്ഞാൽ എത്ര കാക്ക പറക്കും? ശരി, ഉത്തരം 9 കാക്ക. ഹേ, ആ കണക്ക് ശരിയാവില്ലല്ലോ. ശരിയാണെന്നേ, ഞാൻ കണക്ക് കൂട്ടി. നോക്കട്ടെ, തനിക്ക് 3 അടി പൊക്കമുണ്ടല്ലോ. എന്റെ കാട്ടുമുത്തപ്പ, തന്റെ കണക്ക് തെറ്റാ സൂത്ര. 25 കാക്ക പറക്കുന്നുണ്ട്. അയ്യോ, സൂത്രം ചത്തോ? സൂത്രം ചത്തേ. അറിഞ്ഞില്ലേ? ആ സൂത്രം കുറുക്കൻ ചത്തു. അറിഞ്ഞോ? സൂത്രം ചത്തു. എന്താ കാര്യം? ആ സൂത്രം ചത്തുപോയെന്ന്. എന്താ പറഞ്ഞത്? അത് തന്റെ കൂട്ടുകാരൻ ചത്തു. സൂത്രം ചത്തോ? എന്റെ സൂത്ര, താൻ എന്നെ വിട്ടുപോയല്ലോ. തലയുടെ ഗ്യാസ് പോയി. ഹാവു, അങ്ങനെ ഒരുത്തന്റെ ശല്യം തീർന്നു. വലിയ കൂട്ടായിരുന്നില്ലേ ആ സൂത്രനും ശേരുവും. ഏതായാലും ഒരുത്തൻ ചത്തു കിട്ടി. ശേരു ചത്തോ? കഷ്ടമായി പോയി. മണ്ടനാണെങ്കിലും ഉപകാരം ഉണ്ടായിരുന്നു.